വിശദമായ വാർത്തകൾ നോക്കാം. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരൻ പാക്കം സ്വദേശി പോളിന്റെ സംസ്കാരം ഇന്ന്. പോളിന്റെ മൃതദേഹം പുൽപ്പള്ളിയിലെത്തിച്ചു. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ തുടങ്ങി. അതേസമയം ബേലൂർ ബക്ന ദൗത്യം 7ാം ദിവസവും തുടരുകയാണ്. വിവരങ്ങളുമായി CV ഷിബു ചേരുന്നുണ്ട്. ഷിബു, ഇന്നത്തെ ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഹർത്താലുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയുള്ള സ്ഥിതി അനുസരിച്ച് ഹർത്താൽ പരിപൂർണമാണ്. പക്ഷേ ഇതുവരെ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ പൊതുവെ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. അത് തന്നെയുമല്ല, ഈ കുറച്ച് കടകൾ രാവിലെ തുറന്നിരുന്നു, കുറച്ച് വാഹനങ്ങൾ ഓടിയിരുന്നു. ഇപ്പോൾ ജനങ്ങളെല്ലാം നിരത്തിലിറങ്ങി ഓടിയ വാഹനങ്ങൾ തടയുന്നു, തുറന്ന കടകൾ അടപ്പിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ആരും തർക്കത്തിനോ വാഗ്വാദങ്ങൾക്കോ നിൽക്കുന്നില്ല. എല്ലാവരും ഹർത്താലിനോട് സഹകരിക്കുന്നു. പൂർണ്ണമായും ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നു. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്, അവരുടെ സ്വന്തം ആവശ്യമാണെന്ന ഒരു പരിഗണനയാണ് എല്ലാവരും ഈ ഹർത്താലിന് നൽകിയിട്ടുള്ളത്. ഇത് ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സമരം എന്നതിനേക്കാൾ ഉപരി രാഷ്ട്രീയത്തിനപ്പുറമായി അവരുടെ നിലനിൽപ്പിന്റെ ഒരു സമരമായാണ് അവരെല്ലാവരും കാണുന്നത്. ഇപ്പോൾ തന്നെ നമ്മളോട് പ്രതികരിച്ച ആളുകൾ ചോദിക്കുകയാണ്, എവിടേക്ക് ഞങ്ങൾ പോകും? വയനാട് വിട്ട് എവിടേക്ക് ഞങ്ങൾ പോകും? പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങൾ എവിടേക്ക് പോകും? എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവന് മാത്രം, ഞങ്ങളുടെ സ്വത്തിന് മാത്രം സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല, വകുപ്പുകൾക്ക് കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ചോദ്യം ഭരണകൂടത്തിന്റെ കർണപുടങ്ങളിൽ പതിക്കുമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഇവരുടെ രോദനം, ഇവരുടെ യാചനകൾ അതെല്ലാം കണ്ട് ഇത്രയും കാലമായിട്ടും ഒരു പ്രതികരണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കടുംകൈ എന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം മൃതദേഹം വെച്ചുപോലും വിലപേശേണ്ടി വന്ന ഒരവസ്ഥ. ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഒരു മരണം കൂടി ഇവിടെ സംഭവിച്ചതും വീണ്ടും ഒരു ദുരന്തം കൂടി ഉണ്ടായതും. ഇപ്പോൾ ഈ മൃതദേഹം പുൽപ്പള്ളിയിലാണുള്ളത്. പുൽപ്പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ ഈ പൊതുദർശനം എന്നത് ഒരു പ്രതിഷേധമായി മാറാനാണ് സാധ്യത. പാക്കത്തേക്ക് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പ്രതിഷേധക്കാർ പറയുന്നത് സർക്കാർ തീരുമാനം ആയതിനു ശേഷം, നിലപാട് സ്വീകരിച്ചതിന് ശേഷം മാത്രം മൃതദേഹം കൊണ്ടുപോയാൽ മതി എന്നാണ്. വയനാടിന്റെ മുക്കിലും മൂലയിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ നിരത്തിലിറങ്ങി സമരം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ ബേലൂർ മകനെ പിടികൂടാനുള്ള ഒരു ദൗത്യവും പുരോഗമിക്കുന്നുണ്ട്. ദൗത്യ സംഘം 200 അംഗ സംഘം, 25 അംഗ കർണാടക സംഘവും ഇതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷിബു, ഇത് ഇടത് വലത് BJP പാർട്ടികളെ ഒരുമിച്ച് നടത്തുന്ന ഹർത്താലാണ്. പക്ഷേ ഇതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം എന്നതിനപ്പുറം ജനങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഹർത്താൽ എന്ന് വേണ്ടേ കരുതാൻ. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ആവശ്യം മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ ഏതെങ്കിലും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായ വിശദാംശങ്ങൾ? ഇപ്പോൾ ലഭ്യമായ ഒരു വിവരം നേരത്തെ തന്നെ കേരളത്തിനൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് വരാൻ ഒരു നീക്കം നടക്കുന്നു എന്നറിയുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇന്നത്തെ പ്രതിഷേധം കനത്ത സാഹചര്യത്തിൽ അവർ ഇന്നെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എപ്പോഴാണ് എത്തുക, ഏത് മന്ത്രിമാരാണ് എത്തുക? ഏതായാലും റവന്യൂ മന്ത്രി K രാജൻ ആ സംഘത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം K രാജന് വയനാട് ജില്ലയുമായി ഏറെ അടുപ്പമുള്ള ആളാണ്. മുഖ്യമന്ത്രിയും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം. വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിയെ കാണാൻ വനം വകുപ്പ് മന്ത്രിയോടൊപ്പം ഡൽഹിയിൽ പോയതും വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ടതും റവന്യൂ മന്ത്രി K രാജനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വയനാടിന്റെ ചുമതല നൽകണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. CPI മാത്രമല്ല, ഇടതുമുന്നണിയും ആ ഒരു ആവശ്യം എന്നാൽ റവന്യൂ മന്ത്രി K രാജന്റെ നേതൃത്വത്തിലായിരിക്കും വയനാട്ടിലേക്കുള്ള സംഘം എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർക്കാർ ഇതുവരെയും നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഷിബു, കഴിഞ്ഞ അല്പസമയങ്ങൾക്ക് മുൻപ് T സിദ്ദിഖ് MLA ഒരു പ്രതികരണം ലഭ്യമായപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, വനം മന്ത്രി രാജിവെക്കണം, പകരം മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് ഒരു മറുപടി നൽകേണ്ടത്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ പറയൂ. തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ വയനാട് സന്ദർശിക്കണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഒരു യോഗം റവന്യൂ മന്ത്രി എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴും വനം മന്ത്രി ഇപ്പോഴും സ്ഥലത്തെത്തിയിട്ടില്ല എന്നുള്ള ഒരു പ്രതിഷേധം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എത്തിയില്ല, വനം വകുപ്പ് മന്ത്രി എത്തിയാൽ തടയുമെന്നുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വം. അദ്ദേഹം ചുരം കയറിയാൽ തടയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നും അദ്ദേഹത്തിന്റെ ഇപ്പോൾ അല്പസമയം മുമ്പ് യൂത്ത് ലീഗ് പ്രവർത്തകർ
മന്ത്രിയുടെ കോലം കത്തിച്ചു, ഇന്ന് BJP പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. അങ്ങനെ മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധങ്ങൾ കൂടുതലായി വരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും പ്രതിഷേധം ഉയരുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരും ഇടപെടേണ്ടി കൂടിയ ഒരു അവസ്ഥയാണിത്. സംസ്ഥാനത്തിന് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് രൂക്ഷമായ ഒരു പ്രശ്നമാണ്. ഒരു പ്രാദേശികമായ ഒരു വിഷയമല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വന്യമൃഗങ്ങൾ ഇവിടേക്ക് വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. കൃഷി നശിച്ചാലുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടതുണ്ട്. അങ്ങനെ സുപ്രധാനമായ തീരുമാനങ്ങൾ പലതും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചെടുക്കേണ്ടതുണ്ട്. സംസ്ഥാന സർക്കാർ മാത്രമായി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം പരിഗണിച്ചുള്ള ചർച്ച ഗൗരവമായി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. ഷിബു, കഴിഞ്ഞ ആഴ്ച പടമല പനച്ചിയിൽ അജിയെ വീട്ടുമുറ്റത്ത് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ അന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്ന വനം വകുപ്പ് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുന്നില്ല തങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും വനം വകുപ്പിനോട് എങ്ങനെയാണ് സഹകരിക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അറിയാൻ സാധിക്കുന്നത്? വേലൂർ മകനെ പിടിക്കുന്നതിനുള്ള ദൗത്യത്തിൽ ഇവിടെ ജനങ്ങൾ പരമാവധി സഹകരിക്കുകയാണ്. പുറത്ത് പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ദൗത്യമുള്ള സ്ഥലങ്ങളിലൊന്നും പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഇല്ല. അവിടെ നാട്ടുകാർ തന്നെ കാടറിയുന്നവർ, പ്രദേശങ്ങൾ അറിയുന്നവർ, ഭൂമിശാസ്ത്രം അറിയുന്നവർ ഇതിന് സഹായകമായി സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി വേലൂർ മഗ്നയിലേക്ക് വരികയാണെങ്കിൽ എവിടെയാണ് ഇപ്പോൾ ആന ഉള്ളത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അറിയുന്നത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വേലൂർ മഗ്ന ഉള്ളത് ഈ പ്രദേശത്ത് തന്നെയാണ്. ഇരുമ്പുപാലം, പനവല്ലി, ബാവലിക്കും ഇടയിലുള്ള പ്രദേശത്ത് തന്നെയാണ്. അവിടെ തന്നെ നിലയുറപ്പിക്കുന്ന ഈ വേലൂർ മഗ്നയെ കാടിൽ നിന്ന് പുറത്ത് ചാടിച്ച് മയക്കുവെടി വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനാണ് ഡോക്ടർ അരുൺ സക്രേരിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. നേരിട്ട് കാണുന്നതിനുള്ള നിരീക്ഷണം നടക്കുന്നുണ്ട്. റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ പരിശോധിച്ച് വരുന്നുണ്ട്. ഇതിനെല്ലാം ആന ഈ വിട്ടു പോയിട്ടില്ല. മോഴയാന കൂടെയുള്ളതിനാൽ അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മോഴയാന കൂടെ തന്നെ ഉള്ളതായാണ് അവിടെ നിന്ന് വനത്തിനുള്ളിൽ പോയവർ നൽകുന്ന വിവരം.